Hi friends, welcome to Home Journal by Jo. I am Jyoti Sanjay. ഇന്ന് നമുക്ക് ചീര കൊണ്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് അതൊന്ന് മൂക്കുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തത് ഇടാം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് വാടി വരണം. അതിനായിട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് 2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത്ര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ചീര ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇപ്പോൾ ഇടാം. ഇതിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ പൊട്ടറ്റോ 1 കപ്പ് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി ഉടച്ചതാണ്, അത് ഇട്ടിട്ടുണ്ട്. അത് നന്നായി ഇളക്കി അതുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്ത് കഴിഞ്ഞ് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊട്ടറ്റോ എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് ഉരുട്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ഷേപ്പ് ചെയ്യാൻ പറ്റുമോ അതാക്കുക. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഷേപ്പുകളാക്കി ഇപ്പം റെഡിയാക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം ആവശ്യമുള്ളത് ഒരു 3 മുട്ട, കുറച്ച് ബ്രെഡ് ക്രംസ്, ഇത്രയാണ് നമുക്ക് ഇനിയും ആവശ്യമുള്ളത്. ഇതെല്ലാം ഷേപ്പാക്കി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട 3 എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത മുട്ടയും പിന്നെ ഞാൻ ഒരു കപ്പ് ബ്രെഡ് ക്രംസും പ്ലേറ്റിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ഷേപ്പാക്കി വെച്ചിരുന്ന കട്ട്ലറ്റ് ഓരോന്നോരോന്നായിട്ട് മുക്കിയിട്ട് ഒരു പ്ലേറ്റിലുള്ള ബ്രെഡ് ക്രംസിലേക്ക് ഞാൻ നിരത്തി വെക്കുന്നുണ്ട്. കുറച്ച് പോർഷനെ ഞാനിപ്പോൾ ആദ്യം ഫസ്റ്റ് ഒരു ബാച്ചിൽ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബ്രെഡ് ക്രംസിനകത്തിൽ ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ റോൾ ചെയ്ത് നമ്മളിപ്പം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ബ്രെഡ് ക്രംസ് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റും ഒന്നുകൂടെ മുട്ട നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒന്നുകൂടെ മുക്കി നമുക്ക് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുകയാണ് ഞാൻ. അപ്പം ഡബിൾ കോട്ടിങ് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചൂടായ എണ്ണയിൽ ഇത് വറുത്ത് കോരിയെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ചീരയൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ കട്ട്ലറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് കട്ട്ലറ്റ്. ചീര വെച്ച് കട്ട്ലറ്റ് കുട്ടികൾ അറിയുന്ന പോലും ഇല്ല ഉള്ളിൽ ചീരയാണ് ഇരിക്കുന്നത്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.